ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന വചനം വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നതിനെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതം വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അനുദിനം കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു സംഗതിയാണ്, കർത്താവെ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാൻ, അതിൽ ആഴപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഈ വചന ശുശ്രൂഷയ്ക്ക് മുൻപ് നമുക്ക് ഈ അനുഗ്രഹം ദൈവം തരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ ഈശോയോട് പറഞ്ഞു, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ട് നിൽക്കാൻ ഒരനുഗ്രഹം, ഒരു നിലനിൽപ്പിൻ്റെ ഒരു അനുഗ്രഹം, വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഞെരുക്കങ്ങളിലും എല്ലാം വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ഒരു വരം അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനേകർ വിശ്വാസികളാണ്, എന്നാൽ വിശ്വാസത്തിൽ നിലനിന്ന് അവരുടെ ക്രൈസ്തവ ജീവിതം മുൻപോട്ട് നയിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നവർ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയിലുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം അതിൽ നിലനിന്ന് മരണം വരെയും കർത്താവിൽ ചേരുന്നോടം വരെയും ആ വിശ്വാസത്തിൽ നിലനിന്നുള്ളൊരു യാത്ര വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഹെബ്രയർ 11:6 അവസാന ഭാഗം പറയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ആഴമായ വിശ്വാസ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമാണ്. എനിക്ക് കർത്താവിൽ ആഴമായൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ സഭാത്മക ജീവിതത്തിൽ, കൗതാശിക ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിലെല്ലാം ആ വിശ്വാസത്തിൻ്റെ ചൈതന്യം നിഴലിച്ചു നിൽക്കും. എൻ്റെ വിശ്വാസം ആഴപ്പെട്ട് നിൽക്കണമെന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം. അല്ലെങ്കിൽ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, രോഗങ്ങളിൽ, തകർച്ചകളിൽ, നനയ്ക്കാത്ത ഏതെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിശ്വാസത്തിൽ അടിപതറിപ്പോകും. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകം നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് വചനം കേൾക്കണം. കേൾക്കുമ്പോൾ, കർത്താവെ, ഞാൻ വിശ്വാസത്തിൽ എവിടെ നിൽക്കുന്നു, ഇന്ന് എൻ്റെ വിശ്വാസം അത് ആഴപ്പെട്ട ഒന്നാണോ എന്ന് ചിന്തിക്കാനും കുറവുണ്ടെങ്കിൽ നികത്താനും ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹെബ്രായ ലേഖനം 11:1 വിശ്വാസത്തെക്കുറിച്ച് ബൈബിൾ നൽകുന്ന ഒരു നിർവചനം. സഭ ഒരുപാട് സഭയുടെ പ്രബോധനത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. പല മേഖലയിൽ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനും കാണാനും പറ്റും. ഇവിടെ നമ്മൾ വളരെ ലളിതമായ വിധത്തിൽ നമ്മുടെ വിശ്വാസത്തെ, വചനം എങ്ങനെയാണ്, എന്താണ് വിശ്വാസം എന്നതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കുക. ഹെബ്രായർ 11:1 കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പുമാണ് വിശ്വാസം. കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം, നമ്മൾ പ്രത്യാശിക്കുന്നവ നമുക്ക് ലഭിക്കും എന്ന ഉറപ്പ്, അതാണ് യഥാർത്ഥ വിശ്വാസം എന്നതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണപ്പെടാത്തവ ഉണ്ട്. നമ്മളാരും ദൈവത്തെ ഒരുപക്ഷെ ഒരു മനോഹരമായ വിധത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മൾ പ്രത്യാശിക്കുന്ന ഒന്നുണ്ട്, നിത്യത, സ്വർഗം. അത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ടായിരിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചാൽ എത്ര വിശ്വാസികൾ ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്നുറപ്പോടെ പറയും. ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ ആഴപ്പെട്ട വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രത്യാശിക്കുന്ന, ഹെബ്രായ ലേഖനത്തിൽ പഠിപ്പിച്ചില്ലേ, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം. പ്രത്യാശിക്കുന്നവ എന്താണോ നീ പ്രത്യാശിക്കുന്നത് അത് ലഭിക്കും എന്നൊരുറപ്പ്. ആ ഒരുറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതാണ് ശരിക്കുള്ള വിശ്വാസം, ഉറപ്പ്. ഞാൻ പ്രത്യാശിക്കുകയാണ് എനിക്ക് സ്വർഗമുണ്ട്, ഞാൻ പ്രത്യാശിക്കുകയാണ് ഞാൻ മരിച്ചാൽ എൻ്റെ കർത്താവിനൂടെ ആയിരിക്കും.
ആ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണപ്പെടാത്തവ ഉണ്ട്. എൻ്റെ ദൈവത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും, മുഖാഭിമുഖം കണ്ടിട്ടില്ലെങ്കിലും, പ്രിയപ്പെട്ടവരെ, ദൈവം ജീവിക്കുന്നു എന്ന് ഹൃദയത്തിൽ ഏറ്റുപറയുന്നൊരു വിശ്വാസം, പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പ്, ഈ രണ്ട് മേഖലയിൽ ഒരു ഉറപ്പ് നമുക്ക് അനിവാര്യമാണ് എന്ന് ബൈബിൾ സൂചിപ്പിക്കുകയാണ്. ഈ ഒരു ഉറപ്പോടെയുള്ള പ്രാർത്ഥനയാണ് ശരിക്കും വിശ്വാസമുള്ള പ്രാർത്ഥന. ഈ ഒരു വിശ്വാസത്തിലാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുന്നത്. അതാണ് കർത്താവ് ആഗ്രഹിച്ചതും. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ചിന്തിക്കാം. അതെങ്ങനെയാണ് നമ്മളിലേക്ക് അനുഗ്രഹം കൊണ്ടുവരുന്നത്? ഈ വിശ്വാസത്തിന്, ഈ ഉറപ്പിന് എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കാൻ പറ്റുന്നത്? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വാക്യം, അവൻ അവളോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? മാർത്തയോട് ഈശോ പറയുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് മാർത്ത പറഞ്ഞെങ്കിലും ഈശോ അവളോട് തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, പുനരുദ്ധാനവും ജീവനും ഞാനാണ്. നീ അത് വിശ്വസിക്കുന്നു? കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന മിശിഹ ദൈവത്തിനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ മാർത്ത അതിന് തൊട്ടു മുമ്പ് പറയുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അതേ മാർത്തയാണ് യേശു ക്രിസ്തു പറഞ്ഞു ആ കല്ലെടുത്തു മാറ്റുക. ലാസറിൻ്റെ കുഴിമാടത്തെങ്കിൽ വെച്ചിരുന്ന കല്ലെടുത്തു മാറ്റാൻ പറയുമ്പോൾ ആദ്യം നീ ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹ ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് പ്രഖ്യാപിച്ച അതേ മാർത്തയാണ് ഇപ്പോൾ പറയുന്നത്, കർത്താവെ, ദുർഗന്ധം വമിക്കുന്നുണ്ടാവും, ഇത് 4-ാം ദിവസമാണ്. അതായത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി, ദൈവമഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം അവിടെ ദൈവം ചെയ്യാൻ തുടങ്ങുമ്പോൾ, നേരത്തെ വിശ്വാസം പ്രഖ്യാപിച്ച വ്യക്തിയാണെങ്കിൽ പോലും അപ്പോൾ ആ സമയത്ത് അവളുടെ വിശ്വാസത്തിൻ്റെ ഒരു കുറവ് വെളിപ്പെടുത്തുക. പൂർണ്ണമായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു കുറവ് അവൾ വെളിപ്പെടുത്തുകയാണ്. കാരണം ദൈവപുത്രനായ മിശിഹായാണ് നീ എങ്കിൽ അവൻ പറയുന്നത് അങ്ങ് അനുസരിക്കാൻ പാടില്ലേ? അതല്ലേ വിശ്വാസം? ആ ഒരു ഉറപ്പ് വേണ്ടേ? ആ മാർത്ത തൊട്ടു മുമ്പുള്ള വചനത്തിൽ പറഞ്ഞ എന്താണ്? നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന മിശിഹ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് അതേ ദൈവം പറയാണ് ആ കല്ലെടുത്ത് മാറ്റുക. ഉടനെ മാർത്ത എന്താ പറയണത്? കർത്താവേ, ഇത് 4-ാം ദിവസമാണ്, ദുർഗന്ധം വമിക്കുന്നുണ്ടാവും. ഉടനെ അവളോട് ഒരു ശാസന രൂപത്തിലോ ഒരു തിരുത്തൽ രൂപത്തിലോ ഈശോ പറയാണ്, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? പിന്നീട് ഈശോ ഒന്നും പറയണില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവർ ദർശിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികൾ വഴിയാണ്, വിശ്വാസത്തിൻ്റെ ചില ജീവിത രീതികൾ വഴിയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം അടിക്കടി പരാജയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവർ ദർശിക്കുന്നത് ഇല്ലാതായിത്തീരും. ഇവിടെ ആ കൂടിയിരുന്ന ജനക്കൂട്ടത്തെ മുഴുവനെയും ശ്രദ്ധിച്ച് യേശുക്രിസ്തു പിതാവിനോട് നടത്തുന്ന പ്രാർത്ഥന തുടർന്ന് 41, 42, 43 വാക്യങ്ങളിൽ നമ്മൾ കാണും. എന്താണത്? പിതാവേ, നീയാണ് എന്നെ അയച്ചതെന്നും നീ പ്രവർത്തിക്കുന്ന പോലെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, ഈ ജനം വിശ്വസിക്കേണ്ടതിന്, അതായത് ദൈവപുത്രനാണ് ഞാൻ എന്ന് ഈ ജനം വിശ്വസിക്കേണ്ടതിന് ആ യേശുക്രിസ്തു ആ കുഴിമാടത്തിലേക്ക് നോക്കി പറഞ്ഞു, ലാസറെ പുറത്തു വരിക. ഉടനെ മരിച്ച ലാസർ ഇതാ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന വലിയൊരു ജനക്കൂട്ടം, അവിടെ സമ്മേളിച്ച ആ വലിയ ജനാവലി അത് കണ്ടപ്പോൾ അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ മരിച്ച ലാസർ എഴുന്നേറ്റിങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ അവർ ദൈവത്തിൻ്റെ വലിയ ശക്തിയെ, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ വാനോളം പുകഴ്ത്തി. അവർ അനേകർ കർത്താവിൽ വിശ്വസിക്കാൻ ആ സംഭവം ഇടയാക്കി. എൻ്റെ സഹോദരങ്ങളെ, അതാണ് ഈശോ മാർത്തയോട് പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: നമ്മുടെ കുടുംബത്തിൽ, വ്യക്തിജീവിതത്തിൽ, സഭാത്മക ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ ഇടയാകണമെന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ആഴമായ ഒരു വിശ്വാസം ഉണ്ടാകണം. മാറ്റമില്ലാത്ത പാറ പോലെ ഉറപ്പുള്ള, ചഞ്ചലിപ്പില്ലാത്ത, കാറ്റത്താടുന്ന ഞാങ്ങണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയാത്ത ശക്തമായൊരു വിശ്വാസം ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമാണ്. എന്താ അതിന് കാരണം? അങ്ങനെ ഉറപ്പുള്ളൊരു വിശ്വാസം ഉണ്ടാണെന്ന് പറയാൻ കാരണം എന്താ? എഫെസ്യ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിൻ.
ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകൾ, പിശാചിൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകൾ അതെന്താണെന്ന് അറിയാമോ? വിശ്വാസത്തിനെതിരായി പലതും ഇന്ന് സാത്താൻ പല തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ പല വിധത്തിൽ സാത്താൻ പ്രവർത്തിച്ച് വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന്, കർത്താവിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തെ അകറ്റുന്ന ഒരുപാട് പ്രവൃത്തികൾ ഇന്ന് പിശാച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന്, നിങ്ങളെ തടയുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം. അതൊരു പരിചയമാണ്. വിശ്വാസം ഒരു പരിചയമാണ്. അതെന്താ? പിശാച് നമുക്കെതിരെ ഒരുക്കുന്ന ഒരുപാട് കെണികളെ, ഒരുപാട് തന്ത്രങ്ങളെ, ഒരുപാട് ദുരിതങ്ങളെ, ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് കഴിയുന്നത് വിശ്വാസത്തിൻ്റെ പരിചയം കൊണ്ടാണ്. ഹല്ലേലൂയ. ഈ പരിച ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ, ആ വിശ്വാസത്തിൻ്റെ പരിചയിൽ തട്ടി സാത്താൻ ഒരുക്കുന്ന ഒരുപാട് കുതന്ത്രങ്ങളെ അതിജീവിക്കാൻ വിശ്വാസികൾക്ക് പറ്റും. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പരിച നമ്മൾ എടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്തിനാണ്? പിശാചിൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകൾ നമുക്കെതിരെ ചെയ്യും. അത് മാരക രോഗമായിട്ടായിരിക്കാം. എന്തിനാണ് നിനക്ക് ഈ രോഗം വന്നത്? ദൈവം ഉണ്ടെങ്കിൽ ഈ രോഗം വരുമോ എന്ന ചോദ്യം പിശാച് ചോദിക്കാം. ചിലപ്പോൾ സാമ്പത്തിക ബാധ്യത ആയിരിക്കാം. അങ്ങനെ പല മറ്റുള്ളവരുടെ കളിയാക്കലോ കുറ്റപ്പെടുത്തലോ ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ പല വിധത്തിൽ കുടുംബത്തിൽ അപകടങ്ങളും അനർത്ഥങ്ങളും വന്ന് നിറക്കുന്നതായിരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ഇതൊക്കെ പിശാചിൻ്റെ ഓരോ ജ്വലിക്കുന്ന കൂരമ്പുകളാണ്. അവ നമുക്കെതിരെ ചെയ്യുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിച കൊണ്ട് അവയെ നേരിടണം. വിശ്വാസത്തിൻ്റെ ആയുധം കൊണ്ട് അവരെ നേരിടണം. അപ്പോഴാണ് ഈ സമൂഹത്തിൽ ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവർ ദർശിക്കുന്നത്. എൻ്റെ വിശ്വാസത്തിൻ്റെ ജീവിതം, എൻ്റെ വിശ്വാസത്തിലുള്ള നിലനിൽപ്പ് അത് അനേകർക്ക് ദൈവ മഹത്വം ദർശിക്കുന്ന ഒരു സംഗതിയായിട്ട് രൂപാന്തരപ്പെടും. അത്രയും വലിയൊരു വിശ്വാസത്തിൻ്റെ ജീവിതം, ആഴപ്പെട്ട ഒരു ക്രൈസ്തവ വിശ്വാസ ജീവിതം നമ്മൾ നയിക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ആ വിശ്വാസം കത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: സാറ പ്രായം കവിഞ്ഞിട്ടും വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. വചനം ശ്രദ്ധിച്ചേ. സാറ പ്രായം കവിഞ്ഞിട്ടും എന്ന് വെച്ചാൽ ശാസ്ത്രീയമായ രീതിയിലോ മാനുഷികമായ രീതിയിലോ ഇനി സാറായ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ശേഷിയില്ല. അത് തീർന്നു. എല്ലാ വിധത്തിലും 1% പോലും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള ശേഷി ഇല്ലാതിരിക്കെ എങ്ങനെയാണ് ആ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള ശേഷി ആർജിച്ചത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്? വചനം ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ഹെബ്രായർ 11:11. വിശ്വാസം മൂലം സാറ ഗർഭധാരണത്തിന് വേണ്ട ശക്തി സംഭരിച്ചു. വിശ്വാസം മൂലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ കുടുംബജീവിതം ഒക്കെ അനുഗ്രഹം പ്രാപിക്കുന്നത് എന്തു വഴിയാണെന്നാണ് ഈ വചനം വെളിപ്പെടുത്തുന്നത്. ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ സന്ദേശം എന്താണ്? നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് തോൽപ്പിച്ച് ഈ ഭൂമിയിലെ ജീവിതം മുൻപോട്ട് നയിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന വിശ്വാസത്തിൻ്റെ ചൈതന്യമാണ്. നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ ആരോഗ്യ കഴിവല്ല, മറിച്ച് വിശ്വാസമാണ്. അതുകൊണ്ടാണ് സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. അത് സയൻറ്റിഫിക്കായിട്ട് നോക്കിയാൽ തന്നെ വളരെ വളരെ അർത്ഥവത്തായ കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ത്രീയുടെ ശരീരം മൃതപ്രായമാണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി. സാറായുടെ ശരീരം ഇനിയൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ശേഷിയില്ലാത്തതാണ് എന്ന് സാറായ്ക്ക് തിരിച്ചറിവുണ്ട്. സാറായ്ക്ക് അറിയാം, മറ്റാരേക്കാൾ കൂടുതൽ ആ വല്യമ്മച്ചിക്ക് അതറിയാം. 90 ശരീരം അതുപോലെയാണെന്ന് സാറായ്ക്ക് അറിയാം. എന്നിട്ടും സാറ ആ നെഗറ്റീവുകളിലേക്ക് നോക്കാതെ, അല്ലെങ്കിൽ അസാധ്യമാണ് എന്ന് ചിന്തിക്കാതെ, എൻ്റെ ദൈവത്തിന് ഈ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭവതിയാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവം സാറയുടെ ശരീരത്തെ വീണ്ടും പുതുക്കി പണിയാണ്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ആ ശരീരത്തെ രൂപപ്പെടുത്താൻ ദൈവത്തിന് പറ്റി. അതിന് കാരണം, അങ്ങനെ ദൈവത്തിന് സാധിച്ചത് സാറയുടെ വിശ്വാസമാണ്. സാറയുടെ വിശ്വാസം അതിന് സഹായകരമായി തീർന്നു. നോക്കൂ, വാർദ്ധക്യത്തിൽ സാറ ഗർഭവതിയായ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അത് കാണുന്ന ജനം എന്തു വിചാരിച്ചു? അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ, ദൈവത്തിൻ്റെ മഹനീയ കാര്യങ്ങളെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. വിശ്വാസം നോക്ക്, ദൈവത്തിൻ്റെ മഹത്വത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഈ താൽക്കാലിക ഈ ഒരു ഉറപ്പില്ലാത്തൊരു വിശ്വാസം അല്ലത്.
അതായത് ആഴമില്ലാത്തൊരു വിശ്വാസമല്ല. സാറയുടെയൊക്കെ വിശ്വാസം വളരെ ആഴപ്പെട്ടൊരു വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിന് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കൊണ്ടുവരാൻ പറ്റി. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ നിറവേറ്റാൻ ആ വിശ്വാസത്തിന് സാധിച്ചു. ഹല്ലേലൂയ. അത് അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് രൂപാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇതുപോലെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു വിശ്വാസ ചൈതന്യം നിനക്കുണ്ടോ? കാര്യം നീ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ബൈബിൾ വായിക്കുന്നുണ്ട്, ധ്യാനത്തിന് പോകുന്നുണ്ട്. എന്നാൽ ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വരുമ്പോൾ ഈ വിശ്വാസം ഒരു പരിചയം നിൻ്റെ മുമ്പിലുണ്ടോ? എന്തും വരട്ടെ, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസം നിനക്കുണ്ടോ? അങ്ങനെ ഒരു ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമോ? മരണം കൺമുമ്പിൽ നിൽക്കുമ്പോൾ, മരണം തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോൾ, അനർത്ഥങ്ങൾ തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ് എന്ന് പറയാൻ പറ്റുന്ന ആഴപ്പെട്ട ഒരു വിശ്വാസ ചൈതന്യം നിനക്കുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, 2005 കാലഘട്ടത്തിൽ ഒറീസയിൽ അതിക്രൂരമായ മതപീഡനം നടന്നപ്പോൾ ഉണ്ടായൊരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വലിയ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ, അധികം നാളായില്ല ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിട്ട്. അവനെ അന്ന് ആ ഭീകരപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകൾ പിടിച്ചുകൊണ്ടുപോയി ഒരു കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഒരു മരത്തേലേക്ക് കെട്ടിയിട്ടു. ദേഹത്ത് പ്ലാസ്റ്റിക് ചുറ്റി. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ്റെ പേര് അഭിമന്യു എന്നാണ്. അഭിമന്യു എന്ന് പേരുള്ള ആ ചെറുപ്പക്കാരനോട് ആ ജനക്കൂട്ടം പറഞ്ഞു, അഭിമന്യു, നീ വിശ്വാസം ഉപേക്ഷിച്ചാൽ നിനക്ക് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ നീ ഒരു പിടി ചാമ്പലായിത്തീരും. നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 കുട്ടികളുള്ള ആ അപ്പൻ, ഭാര്യയുള്ള ആ ഭർത്താവ്, അദ്ദേഹത്തെ കുറ്റിക്കാട്ടിൽ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് ഇതാ എന്തിനും തയ്യാറായി നിൽക്കുന്ന ജനക്കൂട്ടം അദ്ദേഹത്തോട് പറയാണ്, അഭിമന്യു, വിശ്വാസം ഉപേക്ഷിച്ചാൽ നിനക്ക് ജീവിക്കാൻ പറ്റും. യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചാൽ, വിശ്വാസത്തെ തള്ളിക്കളഞ്ഞാൽ നിനക്ക് ജീവിക്കാൻ പറ്റും. എൻ്റെ സഹോദരങ്ങളെ, അഭിമന്യു പറഞ്ഞു, എൻ്റെ വിശ്വാസം ഞാൻ ഉപേക്ഷിക്കില്ല. ലാസ്റ്റ് ചാൻസ് എന്ന നിലയിൽ അവർ അവസാനം പറഞ്ഞു, അഭിമന്യു, നീ ഒരു പിടി ചാരമായി തീരും ഇവിടെ കിടന്ന് കത്തിക്കരിഞ്ഞ്, നീ വിശ്വാസം ഉപേക്ഷിക്കണം. അഭിമന്യു പറഞ്ഞു, ഉപേക്ഷിക്കാനല്ല ഞാൻ വിശ്വാസിയായത്, ഞാൻ ആ വിശ്വാസം ഉപേക്ഷിക്കില്ല. എൻ്റെ സഹോദരങ്ങളെ, പ്രതിസന്ധികളിൽ തളരാത്തൊരു വിശ്വാസം, മരണത്തിന് മുമ്പിൽ ധീരമായി നിന്നൊരു വിശ്വാസം. അവർ തീപ്പെട്ടി വരച്ച് ആ ദേഹത്ത് പ്ലാസ്റ്റിക് ചുറ്റി ആ ദേഹത്ത് തീ കൊടുത്തു. അഭിമന്യുവിൻ്റെ ദേഹത്തേക്ക് പ്ലാസ്റ്റിക് ഉരുകി വെന്ത് ചേർന്നപ്പോൾ അദ്ദേഹം വാവിട്ട് കരഞ്ഞു. മരത്തോട് ചേർത്ത് കെട്ടിയ കയറ് കത്തിയപ്പോൾ അഭിമന്യു നിലത്തേക്ക് വീണു. ആ അഗ്നി നിലത്ത് കിടന്ന് ഉരുണ്ട് അദ്ദേഹം അണച്ചു. ഇഴഞ്ഞും വലിഞ്ഞും വീടിൻ്റെ മുറ്റത്തേക്ക് അഭിമന്യു എത്തി. അത്രമാത്രം ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു അഭിമന്യു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിത് കേൾക്കുമ്പോൾ നമ്മുടെ കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ഇഴഞ്ഞു വലിഞ്ഞ് വീടിൻ്റെ മുറ്റത്ത് വന്ന അഭിമന്യു, അവനെ ആശുപത്രി കൊണ്ടുപോകാൻ ആരും ഉണ്ടായില്ല. എല്ലാവരും മാറി നിന്നു. ഭാര്യ പാഞ്ഞു വന്നു, മക്കളോടി വന്നു, അവർ വാവിട്ട് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, അഭിമന്യു ഭാര്യയോടും മക്കളും പറഞ്ഞു, എടി, മക്കളെയും കൂട്ടി രക്ഷപ്പെടുക, ഞാൻ മരിക്കും, അവർ നിന്നെ കൊല്ലും. പ്രിയപ്പെട്ടവരെ, ആ ഭാര്യ അവിടെ ഓടാൻ തയ്യാറായില്ല. തൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ തന്നെ ആ ഭാര്യ അവിടെ നിന്നു. നോക്കൂ, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അഭിമന്യു അന്ത്യശ്വാസം വലിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പാവപ്പെട്ട വീട്ടമ്മ, ആ കത്തിക്കരിഞ്ഞ മാംസത്തിൻ്റെ മണം കേട്ട് നായ്ക്കൾ ആ മാംസം തിന്നാൻ വന്നപ്പോൾ ആ പട്ടി ഓടിച്ചുകൊണ്ട് ആ ഭാര്യ ആ ഭർത്താവിൻ്റെ അരികിൽ ഇരിപ്പായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തിന് വേണ്ടി മരണത്തിന് മുമ്പിൽ ധീരമായി നിന്ന ഒരു പടയാളിയുടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നോക്കൂ, അഭിമന്യു വേണമായിരുന്നെങ്കിൽ താൽക്കാലികമായിട്ട് വിശ്വാസം ഉപേക്ഷിച്ചിട്ട് ജീവൻ നിലനിർത്താൻ പാടില്ലായിരുന്നോ? നിസ്സാര കാര്യത്തിനു വേണ്ടി പള്ളിയിൽ പോകാത്തവരും കൂദാശ ഉപേക്ഷിക്കുന്നവരും ധ്യാനത്തിന് പോകാത്തവരും എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് വിശ്വാസത്തിൻ്റെതായ യാതൊരു പ്രവൃത്തികളോ അനുഷ്ഠാനങ്ങളോ ഇല്ലാതെ ജീവിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഇല്ലേ? എന്നാൽ നോക്കൂ, ഒരു പാവപ്പെട്ട മനുഷ്യൻ 10-18 വർഷം മാത്രം വിശ്വാസത്തിലേക്ക് വന്ന മനുഷ്യൻ, നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ എന്നെ കൊല്ലല്ലേ, ഞാൻ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് പറയാതെ മരിച്ചാലും ഞാൻ എൻ്റെ വിശ്വാസം ഉപേക്ഷിക്കില്ല, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിലകൊള്ളും എന്ന് പറഞ്ഞ് ധീരനായി നിന്ന ഒരു പടയാളി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുക്കൽ ഈ അഭിമന്യുവിനെ കൊന്ന അതേ ആളുകൾ വീണ്ടും വന്നിട്ടുണ്ട്. അവർ അഭിമന്യുവിൻ്റെ മരണശേഷം ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയോട് പറഞ്ഞു, എന്താണെന്നറിയാമോ, നിൻ്റെ ഭർത്താവിനെ കൊന്നപോലെ നിന്നെയും കൊല്ലും. ഉടനെ ആ പാവപ്പെട്ട വീട്ടമ്മ അവരുടെ മുഖത്തേക്ക് നോക്കി ധൈര്യപൂർവ്വം പറഞ്ഞു, എൻ്റെ ഭർത്താവ് വിശ്വാസത്തിന് വേണ്ടി മരിച്ച ആളാണ്,
അതേ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ ഞാനും തയ്യാറാണ്, നിങ്ങൾക്ക് കൊല്ലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരും കാലങ്ങളിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാന വിശ്വാസം ഇതായിരിക്കണം. പ്രതിസന്ധികളിൽ തളരാത്ത വിശ്വാസം. വരും കാലങ്ങളിൽ ഇനി എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റത്തില്ല. അനേകർ നമ്മളെ നശിപ്പിക്കാൻ പല വിധത്തിൽ പലതും ചെയ്യാൻ സാധ്യതയുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നത്. സഹോദരങ്ങളെ, പ്രതിസന്ധികൾ വരാം, രോഗങ്ങൾ വരാം, അപകടങ്ങൾ വരാം, അനർത്ഥങ്ങൾ വരാം. സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ കൂരമ്പുകൾ എയ്യാം. അവിടെ അവനെ തോൽപ്പിക്കാൻ വിശ്വാസത്തിൻ്റെ പരിചയെടുത്ത് മുന്നോട്ട് പോകാൻ എനിക്ക് നിങ്ങൾക്ക് ഇടയാകണം. അഭിമന്യുവിൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ ഭർത്താവ് വിശ്വാസത്തിന് വേണ്ടി മരിച്ചില്ലേ, അതുപോലെ ഞാനും അതിനു വേണ്ടി മരിക്കും. ഞാൻ എൻ്റെ വിശ്വാസം ഉപേക്ഷിക്കില്ല. സഹോദരങ്ങളെ, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, വേദനകളിൽ, കുറ്റപ്പെടുത്തലുകളിൽ, രോഗങ്ങളിൽ, മറ്റുള്ളവരുടെ നിന്ദാവചനങ്ങളിൽ തളരാത്ത, നഷ്ടപ്പെടുത്താത്ത ഒരു വിശ്വാസത്തിൻ്റെ ചൈതന്യം നിന്നെ രൂപപ്പെടാൻ വേണ്ടി നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അപ്പസ്തോലന്മാർ ഈശോയോട് എന്താ പറഞ്ഞത്? കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. എൻ്റെ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് യേശുക്രിസ്തു അപ്പം വർദ്ധിപ്പിക്കുന്നവർ കണ്ടു, ലാസറിനെ ഉയർപ്പിക്കുന്നത് കണ്ടു, യേശു കടലിന് മീതെ നടക്കുന്നത് കണ്ടു. ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് അടയാളങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ അപ്പസ്തോലന്മാർ കണ്ടതാണ്. എന്നിട്ടും അവർ യേശുവോട് പറഞ്ഞത് എന്താ? കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാം, ദൈവമേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. കാരണം നാനാ ദിക്കുകളിൽ നിന്നും എൻ്റെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് എനിക്ക് ചുറ്റും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവേ, എൻ്റെ വിശ്വാസം നശിക്കാതിരിക്കാൻ, എൻ്റെ വിശ്വാസം തളരാതിരിക്കാൻ, എൻ്റെ വിശ്വാസത്തിൽ നിലനിന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ ഈ ഭൂമിയിൽ കാണിക്കാൻ അവിടുന്ന് തന്നെ അനുഗ്രഹിക്കണം. ആഴമായൊരു വിശ്വാസ ജീവിതം എനിക്ക് നൽകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും, വ്യക്തി ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം ഉണ്ടാകും. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്ന വിധത്തിൽ നമ്മുടെ വിശ്വാസം ഹൃദയത്തിൽ ആളിക്കത്തും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലൂക്ക 1:37, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അത് നീ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഈ വചന ശുശ്രൂഷ അവസാനത്തെ ഭാഗത്ത് നിങ്ങളോട് പറയാനുള്ള ഒരു വചനം ഇതാണ്. ലൂക്ക 1:37, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇന്ന് നീ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ദൈവത്തിന് പറ്റും, വിശ്വസിക്കുക. ഇന്ന് നീ നേരിടുന്ന സകലതിനെയും മാറ്റാൻ ദൈവത്തിന് പറ്റും, വിശ്വസിക്കാം. കരങ്ങൾ കൂപ്പി, കണ്ണുകളടച്ച്, കർത്താവേ, ഞാൻ ഒരുപാട് ഞെരുക്കത്തിലാണ്, ഞാൻ ഒരുപാട് പ്രയാസത്തിലാണ്. കർത്താവേ, എനിക്ക് വിശ്വാസമുണ്ട്, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവേ, ഇപ്പോൾ അവിടുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഈശോയെ, ഇപ്പോൾ എൻ്റെ ഈ രോഗത്തിൽ, എൻ്റെ ഈ തകർച്ചയിൽ, എൻ്റെ പ്രയാസത്തിൽ, എൻ്റെ വേദനയിൽ, എൻ്റെ പ്രശ്നത്തിൽ അവിടുന്ന് ഇടപെടണമേ. അവിടുന്ന് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങേക്കൊന്നും അസാധ്യമല്ല. കർത്താവെ, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവെ, അവിടുന്ന് ഈ ജനക്കൂട്ടത്തെ, ഇത് ശ്രമിക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ആമേൻ.